ഹായ് ഹോൾ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കില്ല, അതൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു 3 പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ സഫീറാസ് കിച്ചൻ കാണുന്ന സമയത്ത് ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. എൻ്റെ ഈ ചാനലിൽ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പികളുണ്ട്. കൂടെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ആ ഒരു ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഹോളെന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ എൻ്റെ ഈ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരികൾക്ക് എൻ്റെ ഈ ഒരു ചാനലിൽ ഒരുപാട് പല വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പികളുണ്ട്. അതൊക്കെ ഒന്ന് നിങ്ങൾ കണ്ടിട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇത് ഞാൻ ഇന്ന് 3 തരം പലഹാരങ്ങളാണ് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത്. നിങ്ങൾ അരി അരക്കേണ്ട, അരി കുതിർത്തെടുക്കേണ്ട, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. വളരെ എളുപ്പത്തിൽ തന്നെ ഞങ്ങൾക്ക് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റിയ വെറൈറ്റി ആയിട്ടുള്ള 3 തരം പലഹാരമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു 3 തരം പലഹാരങ്ങൾ വളരെ ഈസി ആയിട്ട് എങ്ങനെ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് നോക്കാം. ഇപ്പോൾ ഈ ഒരു പലഹാരം തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 250 ml മെഷർമെൻറ്റ് കപ്പിൽ 1 കപ്പ് അളവിലാണ് പച്ചരിപ്പൊടി ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഒരു അല്പം പോലും തെരിതെരിപ്പില്ലാത്ത പൊടിച്ചെടുത്ത പച്ചരിപ്പൊടിയാണ്, വറുത്തെടുത്തിട്ടുള്ള പച്ചരിപ്പൊടിയാണ്. വറുക്കാത്തതായാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇത് ഈ ഒരു മെഷർമെൻറ്റ് കപ്പിൽ കറക്റ്റ് അളവിൽ തന്നെ പൊന്നരിയുടെ ചോറ് എടുത്തിട്ടുണ്ട്. നിങ്ങൾ കുത്തരിയോ അതായത് കുറുവരിയുടെ ചോറാണെങ്കിലും എടുത്താലും മതി. പിന്നെ ഇതിലേക്കൊരു 3/4 കപ്പ് അളവിൽ ചിരവിയ നാളികേരം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കാരണം പാലപ്പമായതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇതിലേക്ക് നാളികേരം ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഡ്രൈ ഈസ്റ്റ് ആണെങ്കിൽ ഇളം ചൂടുവെള്ളത്തിൽ കുതിർത്തതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുക. അപ്പോൾ അത് നന്നായി പൊങ്ങി കിട്ടില്ല. അപ്പോൾ പൊങ്ങി കിട്ടിയതിന് ശേഷം ആ ഒരു വെള്ളം ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര ഓപ്ഷനാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് ചേർത്ത് കൊടുക്കുക. പക്ഷേ പാലപ്പൊക്കെ ചുട്ടെടുക്കുമ്പോൾ പഞ്ചസാര ചേർത്ത് അതിനൊക്കെ വേറെ തന്നെ ഒരു ഫ്ലേവറാണല്ലോ അല്ലേ. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് ഒരു 3/4 ടീസ്പൂൺ അളവിലാണ് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ഞാൻ എൻ്റെ അടുത്ത് തേങ്ങാവെള്ളം ഉണ്ടായിരുന്നു, അതിത് 3/4 കപ്പോളം ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഈ അരപ്പിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ ഒരുപാട് അങ്ങ് ഒഴിച്ചു കൊടുക്കണ്ട. അപ്പം ഈ ഒരു ഈ ഒരു കൂട്ടിൻ്റെ മുകളിലായിട്ട് നിൽക്കുന്ന രീതിയിലാണ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഒരുപാട് അങ്ങ് ഒഴിച്ചു കൊടുത്താൽ ഞങ്ങളെ ഒരു മാവ് ഒന്ന് വല്ലാണ്ട് അങ്ങ് ലൂസായിപ്പോൾ അതുകൂടി ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ അരച്ചെടുക്കുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും ഇതിന് വെള്ളം വേണോ എന്നുള്ളത്. ആ ഒരു സമയത്ത് ഞങ്ങൾക്ക് വെള്ളം വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് അരച്ചെടുക്കുമ്പോൾ മനസ്സിലാക്കി എടുക്കാൻ പറ്റി ഇതിലെ വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞിട്ടുണ്ടെന്ന്. അങ്ങനെ ഞാൻ വീണ്ടും ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് മെഷർമെൻറ്റ് കപ്പിൽ 1 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ 3/4 കപ്പ് അളവിൽ തേങ്ങാ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് അരച്ചെടുത്ത ഈ ഒരു അരപ്പ് ഈ ഒരു ബൗളിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അഴവൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാക്കി എടുക്കാൻ പറ്റില്ല. പാലപ്പത്തിൻ്റെ അഴവൊക്കെ എല്ലാവർക്കും അറിയാം, എന്നാലും എൻ്റെ ഒരു രീതിയിൽ ഞാൻ പറയുന്നതാണ്. ഓരോരോ അരിപ്പൊടിയുടെ ക്വാളിറ്റി പോലെ ആയിരിക്കും ഞങ്ങളെ വെള്ളത്തിൻ്റെ അളവുകളൊക്കെ. ഞാനിതിലേക്ക് മിക്സിയുടെ ജാറിൽ വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളമൊന്നും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടില്ല. കാരണം പിന്നീട് വല്ലാണ്ട് അങ്ങ് ലൂസായി പോയി കഴിഞ്ഞാൽ ഞങ്ങൾ വിചാരിച്ചതുപോലെ ഞങ്ങൾക്ക് പലഹാരം തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റില്ലല്ലോ. ഇതിലേക്ക് ഞാൻ കറക്റ്റ് അളവിൽ 1.25 കപ്പ് അളവിലാണ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. 3/4 കപ്പ് തേങ്ങാ വെള്ളവും 1 കപ്പ് നല്ല വെള്ളവും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ അഴവൊക്കെ കറക്റ്റ് മനസ്സിലാക്കി എടുക്കാൻ പറ്റില്ല. ഈ ഒരു പരുവത്തിലാണ് ഞങ്ങളുടെ ഈ ഒരു പലഹാരത്തിൻ്റെ മാവ് തയ്യാറാക്കിയിട്ട് എടുക്കേണ്ടത്. ഇനി ഞങ്ങൾക്ക് അരി കുതിർത്തെടുക്കേണ്ടതൊന്നും ആവശ്യമില്ല. പച്ചരിപ്പൊടി ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ ഈ ഒരു പലഹാരങ്ങൾ തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റും. ഇപ്പം ഞാനിതിനൊന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്തായാലും ഞാനിത് കുറച്ച് ടൈം, കാരണം എന്താ വെച്ചാൽ ഇന്ന് ഞങ്ങൾക്ക് തിരക്കും മക്കൾക്ക് സ്കൂളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ എന്തായാലും വിചാരിച്ച് കുറച്ച് ടൈം വെക്കാൻ, അല്ലെങ്കിൽ ഒരു 20 മിനിറ്റോ ഒരു 1/4 മണിക്കൂറോ മാത്രം മതി. അങ്ങനെ ഈ ഒരു മാവ് നല്ല രീതിയിൽ തന്നെ പൊങ്ങി കിട്ടിയിട്ടുണ്ട്. ഇപ്പം ഞാൻ ഇത്ര കറക്റ്റായിട്ട് പൊങ്ങി കിട്ടുമെന്ന് വിചാരിച്ചിട്ടില്ല. മാഷാ അല്ലാ, അൽഹംദുലില്ലാ. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നില്ലേ, ഈ ഒരു പൊങ്ങി കിട്ടിയതൊക്കെ നല്ലൊരു കറക്റ്റ് പാകത്തിൽ തന്നെ തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഈ ഒരു ചേരുവകളൊക്കെ നിങ്ങൾ ചേർത്ത് കൊടുത്തിട്ട് തയ്യാറാക്കിയിട്ട് കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള 3 തരം പലഹാരം ഞങ്ങൾക്ക് തയ്യാറാക്കിയിട്ട് എടുക്കാം. ഞാൻ ആദ്യം തന്നെ പാലപ്പാണ് ചുട്ടെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് അപ്പച്ചട്ടി അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ ഇത് അപ്പച്ചട്ടി നന്നായിട്ട് ചൂടായി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ഞങ്ങൾ തയ്യാറാക്കിയിട്ട് വെച്ചിട്ടുള്ള മാവ് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒരു തവിയും ഒരല്പം കൂടി ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിനൊന്ന് നന്നായിട്ട് ചുറ്റിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇതൊക്കെ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു, എന്നാലും എൻ്റെ ഒരു ഇതിൽ ഞാനൊന്ന് പറയുന്നതാണേ ഉള്ളത്. അങ്ങനെ ഇത് നന്നായിട്ടൊന്ന് ചുറ്റിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിന് നന്നായിട്ടൊന്ന് ബബിൾസ് വരണം. അപ്പോൾ ഒരു ബബിൾസൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതിനൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് നല്ല രീതിയിൽ തന്നെ ഇതിന് ബബിൾസൊക്കെ കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് ഞാനൊന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇത് ഒരു 2 സെക്കൻഡ് മാത്രമേ ഇതിനൊന്ന് അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതാ നല്ല രീതിയിൽ തന്നെ ഈ ഒരു പാലപ്പം തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സൈഡ് ഭാഗമൊക്കെ നല്ല മൊരിഞ്ഞിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. പക്ഷേ ഈ ഒരു ചൂടാല കഴിക്കുമ്പോൾ നല്ലതെന്ന് വെച്ചാൽ ഈ ഒരു സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നത് തന്നെയാണ്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതാ പൂവപ്പം തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1.5 തവി മാവാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. പൂവപ്പം ആയതുകൊണ്ടാണ് 1.5 തവി മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതാ ഈ ഒരു 2 സൈഡ് ഇതുപോലെ ചെയ്യാം. വീണ്ടും 2 സൈഡ് ഇതേ ഒരു രീതിയിൽ ചെയ്യാം. വീണ്ടും 2 സൈഡ് ഇത് ഈ ഒരു ചെരിച്ചിട്ടുള്ള ഭാഗത്ത് കൂടി ചെയ്ത് കൊടുക്കാം. വീണ്ടും ഒഴിവുള്ള ഭാഗത്ത് കൂടി ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇതേ ഒരു പൂവപ്പം ഇവിടെ ചുറ്റിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഫ്ലെയിം ഒന്ന് കുറച്ചെടുക്കണേ. ഇതിലേക്ക് ഇനി ഒരു ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതായത് ഒരു കോഴിമുട്ടയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു പാലപ്പം കഴിക്കാത്ത മക്കളൊക്കെ ഉണ്ടാവില്ല, അപ്പോൾ അവർക്കൊക്കെ ഈ ഒരു രീതിയിലൊക്കെ ചെയ്തെടുത്ത് കാണുമ്പോൾ പെട്ടെന്ന് തന്നെ അവരൊക്കെ കഴിക്കും. അപ്പോൾ ഇതേപോലെ നിങ്ങളും ചെയ്തെടുക്കാം. എന്നിട്ട് ഈ ഒരു പൂവപ്പത്തിൻ്റെ എല്ലാ ഭാഗത്തും ഈ ഒരു മുട്ടയുടെ വെള്ളയില്ല അതൊന്ന് ചുറ്റിച്ചെടുക്കാം. അപ്പോൾ മുട്ടയുടെ വെള്ളം എല്ലാ ഭാഗത്തും ഞാനിതപ്പോൾ ചുറ്റിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിനെ മാക്സിമം ഫ്ലെയിം ഒന്ന് കുറച്ചെടുക്കണേ. എന്നിട്ട് മാത്രമാണ് ഇതൊന്ന് ചുട്ടെടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോലെ. പക്ഷേ മുട്ട ശരിക്കും കുക്കായി കിട്ടില്ലല്ലോ, അപ്പോൾ അതുകൂടി ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഒരു പിഞ്ച് അളവിലൊന്ന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. കാരണം ഈ ഒരു പാലപ്പം, ഈ ഒരു മുട്ടൻ്റെ പാലപ്പം കഴിക്കാൻ വേണ്ടിയിട്ട് ടേസ്റ്റ് വേണമെങ്കിൽ ഒരു ഇച്ചിരി ഉപ്പ് കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കണം. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 3 സെക്കൻഡ് മാത്രമാണ് ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് അടുപ്പൊക്കെ ഒന്ന് മാറ്റി കഴിഞ്ഞപ്പോൾ ഇത് നല്ലൊരു അടിപൊളിയായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള പൂവപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ നല്ലൊരു സൺഫ്ലവറിൻ്റെ ആ ഒരു ഫ്ലവർ പോലെ തന്നെ ഇല്ലേ. അപ്പോൾ ഇതിനെ ഒന്ന് മാറ്റി വെച്ച് കൊടുക്കാം. ഇനി തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു കുട്ടിയപ്പാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കാരപ്പത്തിൻ്റെ പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരല്പം ആവ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം സ്പൂണ് കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതുപോലെ ഒന്ന് ചെറിയൊരു സ്പൂണില്ല അത് ഉപയോഗിച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് ഇതിൻ്റെ ഫ്ലെയിമൊക്കെ ഒന്ന് കുറച്ചിട്ട് മാത്രമാണ് മാവ് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. ഇപ്പോൾ മാവ് ഒഴിച്ചതിന് ശേഷം ഈ ഒരു ചെറിയൊരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതേ രീതിയിൽ നിങ്ങളും തയ്യാറാക്കിയിട്ടെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്കൊക്കെ എന്നെ ഒന്ന് അറിയിക്കുക. പ്രത്യേകം ഒന്ന് പറയുന്നത് വെച്ചാൽ ഈ ഒരു വീഡിയോക്ക് നിങ്ങളൊക്കെ ഒരു ലൈക്ക് തരണേ. അങ്ങനെ ഈ ഒരു കുട്ടിയപ്പം ഞാനിത് മുഴുവനായിട്ടൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഞങ്ങളെ മക്കൾക്കൊക്കെ ഒരു രസം തന്നെയല്ലേ. അപ്പോൾ പെട്ടെന്ന് തന്നെ അവർ കഴിക്കുകയും ചെയ്യും. ഇതേപോലത്തെ ഈ ഒരു പലഹാരങ്ങളൊക്കെ ഞങ്ങൾ തയ്യാറാക്കി കൊടുത്തു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് സ്കൂളൊക്കെ പോകുന്ന കുട്ടികൾക്കാണെങ്കിൽ പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിൻ്റെയൊക്കെ ആ ഒരു ഭംഗിയൊക്കെ കാണുമ്പോൾ മക്കൾ പ്രത്യേകം വേഗം പെട്ടെന്ന് തന്നെ കഴിക്കുകയും ചെയ്യും. ഒരു വിഷമം ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ കഴിക്കും. അപ്പോൾ ഇതേപോലെ നിങ്ങളെ മക്കൾക്ക് തയ്യാറാക്കിയിട്ട് കൊടുക്കണേ. അങ്ങനെ ഈ ഒരു കുട്ടിയപ്പം മുഴുവനായിട്ട് ഞാനിത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒഴിക്കുന്ന രീതിയൊക്കെ മനസ്സിലായിട്ടില്ല. ഈ ഒരു കുഴിയിൽ മുഴുവനായിട്ടും ഒഴിച്ചു കൊടുക്കരുത്. ഒരല്പം മാത്രം ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ഫ്ലെയിം ഒന്ന് കുറച്ചെടുത്തിട്ട് മാത്രമാണ് ഇത് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പാടില്ല. എന്നിട്ട് ഇതിനെ ഞാനൊന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കുട്ടിയപ്പം നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ആ ഒരു സൈഡ് ഭാഗമൊക്കെ ഒന്ന് നല്ല മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. അല്ല ഭയങ്കര ചൂടുണ്ട് ഇത് എടുക്കുമ്പം തന്നെ. എന്നാലും കുഴപ്പമില്ല, ചൂടാലെ തന്നെ ഇത് എടുത്ത് വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് സ്പൂൺ ഉപയോഗിച്ചിട്ടാണെങ്കിൽ എടുത്താൽ, പക്ഷേ ഇതുപോലെ തന്നെ പെട്ടെന്ന് നമുക്ക് എടുത്ത് വെക്കാനും പറ്റും. കാരണം സ്പൂണൊന്നും ആവശ്യമില്ല. കൈക്ക് ചെറിയൊരു ചൂടൊക്കെ ഉണ്ടാകും, കുഴപ്പമില്ലല്ലോ അല്ലേ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു 3 തരം പലഹാരങ്ങളും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പൂവപ്പം നോക്കിയട്ടെ, നല്ല സോഫ്റ്റാണ് ഇത്. നല്ലൊരു കാണുമ്പം തന്നെ നല്ലൊരു ഭംഗിയുണ്ട്. അതേപോലെ തന്നെ കഴിക്കാനും ഇത് നല്ലൊരു ടേസ്റ്റ് കൂടിയാണ്. അപ്പോൾ ഈ ഒരു മുട്ടയുടെ ആ മഞ്ഞക്കുരുവൊക്കെ ഈ ഒരു നടുഭാഗം വന്നതുകൊണ്ട് തന്നെ കാണാൻ നല്ലൊരു ഭംഗിയില്ലേ. അതുപോലെ തന്നെ അരി കുതിർത്തെടുക്കാതെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പങ്ങൾ ഞങ്ങൾക്ക് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റും. ഇനി ഞാൻ പാലപ്പാണ് കാണിക്കുന്നത്. പാലപ്പം നോക്കിയട്ടെ, ഇതിപ്പോൾ കാണുമ്പം തന്നെ നല്ലൊരു സോഫ്റ്റ്
അപ്പോൾ നല്ല മുല്ലപ്പ് പോലത്തെ പാലപ്പവും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാനിതൊന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചിട്ട് എത്രത്തോളം സോഫ്റ്റ് ഉണ്ട് എന്നുള്ളത് ഇതിപ്പോൾ തൊട്ട് നോക്കുമ്പോൾ തന്നെ മനസ്സിലാക്കി എടുക്കാൻ പറ്റത്തില്ലേ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പമാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഞങ്ങൾക്ക് സ്കൂളൊക്കെ പോകുന്ന മക്കൾ വീട്ടിലുണ്ടെങ്കിൽ അരി കുതിർത്തെടുക്കാതെ അരക്കാതെയും തന്നെ വളരെ ഈസി ആയിട്ട് പച്ചരിപ്പൊടി കൊണ്ട് തയ്യാറാക്കിയിട്ടെടുക്കാൻ പറ്റും. ഇനി ഇതാ ഒരു കുട്ടിയപ്പം കൂടി കാണിച്ചു തരാം. അപ്പോൾ ഇത് കുഞ്ഞു കുട്ടിയപ്പം നോക്കിയാട്ടെ, എന്ത് ഭംഗിയുണ്ട് ഇത് കാണാനായിട്ട്. അതുപോലെ തന്നെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. നടുഭാഗമൊക്കെ നല്ല രീതിയിൽ തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട്. ആ ഒരു സൈഡ് ഭാഗമൊക്കെ നോക്കിയാൽ നല്ല എന്താ പറയുക, നല്ലൊരു ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഈ ഒരു വീഡിയോ ഒക്കെ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടില്ലേ? അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയും പുതിയ റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ഇടാൻ നിങ്ങൾ ആരും തന്നെ മറക്കല്ലേ.